നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സമസ്തയിലെ ഭിന്നത പരിഹരിക്കാൻ ഇനി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിയുമോ? പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ സമവായ യോഗത്തിൽ പോലും വരാതെ ഇടഞ്ഞു നിൽക്കുന്ന ലീഗ് വിരുദ്ധ വിഭാഗം സമസ്തയെ കൈപ്പിടിയിലാക്കുകയാണോ? ലീഗ് പിന്തുണയ്ക്കുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദൃശ്ശേരിക്കെതിരെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ച മുഷാവറ അംഗങ്ങളെല്ലാം ലീഗ് വിരുദ്ധർ. സമസ്ത നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാടാണ് പ്രഖ്യാപിച്ചതെന്ന് മുഷാവറ അംഗങ്ങൾ പറയുമ്പോൾ ലീഗ് വിരുദ്ധർ സമസ്തയിൽ മേധാവിത്വം നേടുന്നുവെന്ന് കാണാം. സമസ്തയെ ശുദ്ധീകരിക്കാൻ ആരും വരേണ്ട, ആ കോൺട്രാക്ട് ആർക്കും കൊടുത്തിട്ടില്ലെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുമ്പോൾ അത് ലീഗിനുള്ള മുന്നറിയിപ്പ് കൂടിയാകുന്നു. സമസ്തയിൽ CPM സ്ലീപ്പർ സെല്ലെന്ന് ലീഗ് അനുകൂലികൾ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സമസ്ത ലീഗ് ഭിന്നിപ്പ് ശക്തമാവുകയാണ്. പ്രൈം ഡിബേറ്റിൽ SYSന്റെ പ്രതിനിധി ശ്രീ മുസ്തഫ മുണ്ടുപാറ, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ MN കാരശ്ശേരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ ഫസൽ ഗഫൂർ, യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ. ഇന്ന് മുഷാവറ അംഗങ്ങളുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയിൽ ഭിന്നതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ സമസ്ത പതുക്കെ ലീഗ് വിരുദ്ധർ കൈയടക്കുകയാണോ? അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സമസ്ത ഈ പണ്ഡിത സഭയുടെ കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. മുസ്ലിം ലീഗ് എങ്ങാനും സമസ്തയെ കൈവിട്ടാൽ സമസ്തയുടെ പൊടി പോലും ഉണ്ടാവില്ല. സമസ്ത നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്. അത് ഒരു കാര്യം കൂടെ പറഞ്ഞു, തെറ്റിദ്ധാരണ വേണ്ട. 90% മുസ്ലിമുകൾക്ക് മതസംഘടന, സമുദായ സംഘടന താല്പര്യമില്ല. അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു എന്നുള്ളത്. 10% ആൾക്കാർക്കാണ് താല്പര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതിൽ മുസ്ലിം ലീഗിന് ഒരു അപ്രമാദിത്യം സമസ്തയിലുണ്ട്, പക്ഷെ മുജാഹിദിലും ജമാഅത്തിലും ഇല്ല. അവര് കൺസൾട്ടകം, അവര് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചാൽ ഞങ്ങളെല്ലാവരും പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങളിൽ അവർ കൈയിടാറില്ല. ആകെ അവരായിട്ട് ബന്ധമുള്ളത് സമസ്തയായിട്ട് മാത്രമേ ഡയറക്റ്റ് ബന്ധമുള്ളൂ. അപ്പോൾ അതേസമയം ഒരു കാര്യം തീർത്തു പറയാം. കാരണം സമസ്ത ലീഗിന്റെ ഒരു പോഷക സംഘടനയോ, ലീഗ് സമസ്തയുടെ ഒരു പോഷക സംഘടനയൊന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിയിൽ ഇനിയിപ്പോൾ എല്ലാ സംഘടനകളും എതിർത്താലും അതിന്റെ സപ്പോർട്ട് അവിടെ തന്നെ നിൽക്കും. കാരണം മുസ്ലിങ്ങൾ കാണുന്നതെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവർ കാണുന്ന. പക്ഷെ അതേ സമയത്ത് തന്നെ ലീഗ് ഈ സമസ്തയിലെ ഭിന്നത പരിഹരിക്കുന്നതിന് വേണ്ടി ചാടി പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ സമസ്ത ഒന്നിച്ചു നിൽക്കണമെന്നും സമസ്തയുടെ പിന്തുണ മുസ്ലിം ലീഗിന് വേണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ട് സമസ്തയിലെ ഭിന്നിപ്പ് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? അപ്പോൾ മുസ്ലിം ലീഗിന് സമസ്ത ഇല്ലാതെ പറ്റില്ല എന്നൊരു നിലപാട് കൂടി ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ഉള്ള മറ്റുള്ളവർ മനസ്സിലാക്കാൻ, മുസ്ലിം സമുദായത്തിന് 3-4 സംഘടനകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ഗ്രൂപ്പുകളുണ്ട്. അതായത് ആദ്യം തന്നെ സുന്നി, അതിൽ AP സുന്നി, സമസ്ത, പിന്നെ ദക്ഷിണ കേരള 3, മുജാഹിദിനും 3 വിഭാഗം, ശരിയല്ലേ? പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ ഞങ്ങളുടെ മാതിരിയുള്ള സാമുദായിക വിദ്യാഭ്യാസ സംഘടനകൾ. ഈ സംഘടനകളെല്ലാവരും സാധാരണഗതിയിൽ ലീഗ് വിളിച്ചാൽ, മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ ഞങ്ങളൊക്കെ പോകാറുണ്ട്. അനാവശ്യമായിട്ട് ഞങ്ങൾ ലീഗിന്റെ കാര്യങ്ങളിൽ ഞങ്ങളാരും ഇടപെടാറില്ല. പക്ഷെ സമസ്തയായിട്ട് അങ്ങനെയല്ല. ആദ്യ കാലഘട്ടം തൊട്ടിട്ടേ സമസ്തയായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. അതിന് കാരണം ബാഫക്കി തങ്ങളും നമ്മുടെ ശിഹാബ് തങ്ങളും അതിനുശേഷമുള്ള ഹൈദർ അലി തങ്ങളും ഒക്കെ അവര് സമസ്തക്കാരുമാണ്, അതേസമയം ലീഗുമാണ്. അപ്പൊ അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അല്ലാതെ ലീഗിന്റെ മെമ്പർഷിപ്പ്, ഉദാഹരണം ഒരുപാട് സമസ്ത നേതാക്കന്മാർ കോൺഗ്രസിലുള്ളവരും ഉണ്ടായിട്ടുണ്ട്, വളരെ കുറച്ചുള്ളൂ. CPM-കാർ വളരെ കുറവാണ്. സമസ്തയിലൊന്നും CPM-കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് വളരെ ക്ലിയർ ആയിരിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്. പക്ഷെ കൂടുതൽ ബന്ധം ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സമസ്തയായിട്ടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുള്ളത്. അതിനൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സമസ്ത കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് മലബാർ ഏരിയയിലാണ്. സൗത്ത് കേരളയിൽ മുജാഹിദും ജമാഅത്തും ഒക്കെയാണ് കൂടുതലുള്ളത്. കൂടുതൽ എന്ന് വെച്ചാൽ അത്ര കൂടുതലല്ല, കാരണം അവിടെ ജനസംഖ്യ തന്നെ കുറവാണ്. അപ്പൊ ആ നിലക്ക് ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ദർ ഇസ് സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് ഇത് ഷേക്സ്പിയറിന്റെ വാക്കുകളാണ്. അപ്പൊ സമസ്തയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിൽ വേറെ രാഷ്ട്രീയവും കാര്യമൊന്നുമില്ല. അതിൽ ആദർശപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് CIC. ഇപ്പൊ CIC-യുടെ അതിർശ്ശേരി പറയുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള, അദ്ദേഹം ചിലപ്പോൾ അതിര് കടന്ന് പറയാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾ വിവാഹം കഴിയണ വരെ
ഡിഗ്രി എടുക്കണവരെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന്. അത് സത്യത്തിൽ മൗലികാവകാശങ്ങൾക്കെതിരാണത്. അവർ കല്യാണം കഴിക്കുന്നത് 18 വയസ്സിന് ശേഷം എവിടെ വേണമെച്ചാൽ കല്യാണം കഴിക്കും. ഇവിടെ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ 3-ാം കൊല്ലം 4-ാം കൊല്ലമൊക്കെ അവർ കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതല്ല ഞാൻ മനസ്സിലാക്കിത്തോടത്തും അതൊരു ശരിയായാലും കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമില്ല. ആശയപരമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് എല്ലാ മുജാഹിദീനും എല്ലാ മുസ്ലിം സംഘടനകളെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യം സ്ഥാപനങ്ങളുടെ മുകളിലുള്ള ഒരു പിടുത്തമാണ്. അതിന്റെ ബേസിസിലാണ് മുജാഹിദ് തന്നെ രണ്ടായതൊക്കെ. അപ്പോൾ ആ നിലക്ക് ഈ നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ദീർഘകാലമായിട്ട് അവരുടെ നേതാക്കന്മാരെല്ലാവരും ലീഗിനോട് ബന്ധപ്പെട്ടാണ്. അതേസമയം ലീഗിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാർ സീതി ഹാജി, സീതി ഷാക്കിറിന് വേണമെച്ചാൽ എതിർത്ത് പറയണമെച്ചാൽ എതിർത്ത് പറയാം. ഞാൻ എൻ്റെ മനസ്സിന് ഓർമ്മ നിർത്തി പറയണ സീതി ഹാജി, സീതി സാഹിബ്, ഒരാളോളം CH, KPA മജീദ് സെക്രട്ടറിമാര്, PMA സലാം, അവരെല്ലാവരും മുജാഹിദാണ്. അപ്പൊ അതിന്റെ അർത്ഥം ലീഗ് എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അത് തന്നെയാണല്ലോ സമസ്തയുടെ പ്രശ്നവും. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സമസ്തയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. മുസ്ലിം ലീഗിൽ ജമാഅത്തുകളും അതുപോലെ തന്നെ മുജാഹിദുകളും പിടിമുറക്കുന്നു. ഇതാണല്ലോ സമസ്തയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗ് വിരുദ്ധരും. ഈ ലീഗ് വിരുദ്ധർക്ക് മറ്റൊരു പട്ടം കൂടി ചാർത്തി കിട്ടുന്നുണ്ട്. അത് CPM-ന്റെ സ്ലീപ്പർ സെൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചന്ദ്രിക പോരാ, സുപ്രഭാതം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രം തുടങ്ങിയപ്പോഴും ആ പത്രത്തിലൂടെ ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പുകളിൽ പരസ്യം വരുന്നത് LDF-ൻ്റെതാണ്. അപ്പോൾ ആ ഒരു സ്ലീപ്പർ സെൽ എന്നുള്ള വാദത്തിന് മൂർച്ച കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ ഇന്ന് രണ്ട് വേർതിരിവ് വന്നു കഴിഞ്ഞു സമസ്തയിൽ. അത് മാത്രമല്ല, നേരത്തെ അത് രഹസ്യമായിട്ടായിരുന്നു, പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ശക്തി കൂടുകയും ചെയ്തു. ഒരു പക്ഷം മറ്റൊരു പക്ഷത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നു. ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ലീഗ് വിരുദ്ധരുടെ കയ്യിലാണോ ഇപ്പോൾ സമസ്ത എന്ന് ചോദിച്ചത് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായിട്ട് ഈ ലീഗ് വിരുദ്ധ ചേരിക്കൊപ്പമാണല്ലോ. പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഉമർ ഫൈസി മുക്കവുമായിട്ടുള്ള ആ ഒരു തർക്കം വന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉമർ ഫൈസി മുക്കവും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആശയപരമായി ലീഗ് വിരുദ്ധർ എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. പക്ഷേ തർക്കം അവർ തമ്മിൽ വരുന്നു. അതിനെ ഇപ്പുറത്ത് ലീഗ് പക്ഷചേരി അവർ അതിനെ ഊതി വീർപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ള കുഴഞ്ഞു മറിഞ്ഞ അതിസങ്കീർണമായ കാര്യങ്ങൾ സമസ്തയിൽ സംഭവിക്കുമ്പോൾ അത് മുസ്ലിം ലീഗ് അതിനെ ഒട്ടും കണക്കിലെടുക്കേണ്ട എന്നാണോ താങ്കളുടെ നിലപാട്? ഇല്ല, അതെ, നമ്മൾ പോയിട്ട് ഈ ചെളിയിൽ പോയിട്ട് കൈയെഴുതാതിരിക്കുന്നതല്ല. എന്താ കാരണം, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇത് ഏത് വശത്ത് നിൽക്കുന്നതെന്ന് ആർക്കും പറഞ്ഞുകൂടാ. ഒരു കാര്യം തീർത്തും പറയാം, ലീഗ് വിരുദ്ധർ ആയിട്ടുള്ളവർ പൊന്നാനിയിൽ പോയിട്ട് ഇടപെട്ടിട്ട് എന്തുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൊന്നാനിയിൽ അഭൂതപൂർവമായിട്ടുള്ള മുസ്ലിം ലീഗിന് കിട്ടാത്ത, എനിക്ക് തോന്നുന്നു ബനാത്തുകളുടെ കാലഘട്ടം പോലും ഇത്ര ഉണ്ടായിട്ടുണ്ടാവില്ല വോട്ട്. അത്രയധികം വോട്ടിന് ലീഗ് അവിടെ ജയിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ലീഗ് സമസ്തയുടെ മേളിലൊന്നും മനസ്സിലായില്ല, അവർ ആശ്രയിക്കുന്ന സംഘടനയൊന്നുമല്ല. പിന്നെ ഞാനൊരു അഭിപ്രായം പറയട്ടെ, ലീഗ് സാധാരണ ചെയ്യുന്നെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായം എടുക്കും. ഞാൻ ഏത് മീറ്റിംഗ് ലീഗ് പ്രശ്നങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടോ അതിൽ എന്നെയും വിളിക്കാറുണ്ട്. ഞാൻ അപ്പുറത്തെ ബന്ധമുള്ള ആളാണ്, ഇപ്പുറത്തും ബന്ധമുള്ള ആളാണ്. അപ്പൊ അതൊരു ലീഗിന്റെ ഒരു പോളിസിയാണ്, എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിക്കുക എന്നുള്ളത്. ആ പോളിസി അനുസരിച്ച് ഞങ്ങളെല്ലാവരും പോകും. ഞങ്ങൾ ഒത്തുതീർപ്പുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒത്തുതീർപ്പിന് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴിക്ക് പോകും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഇനി വേറൊന്നും കൂടെ പറയാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ഷംസുദ്ദീനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞല്ലോ മണ്ണാർക്കാട്. എന്തുണ്ടായി? അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് അവിടെ ഷംസുദ്ദീൻ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 3-ാമത്തെ തവണ 4-ാമത്തെ തവണ കണ്ട അവിടെ MLA. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട, മതസംഘടനകൾ മനസ്സിലാക്കേണ്ട, അനാവശ്യമായിട്ട് അവർ പോയിട്ട് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അത് ഇടപെട്ടത് NSS ആയാലും SNDP ആയാലും കത്തോലിക്ക സഭ ആയാലും അവർ വെള്ളം കുടിക്കും. അവർ പറഞ്ഞൊന്നുമല്ല ഇന്നത്തെ യുവാക്കൾ കേൾക്കുന്നത്. യുവാക്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. തിരിച്ചും നമ്മൾ നോക്കാം, രാഷ്ട്രീയ സംഘടനകൾ അനാവശ്യമായിട്ട് പോയിട്ട് മതസംഘടനകളുടെ കാര്യങ്ങളിലും പോയി ഇടപെടണ്ട. അതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി മുജാഹിദ് ഉണ്ട്, അപ്പൊ മുജാഹിദിനെ പുറത്താക്കണം, അത് നടക്കണ കാര്യമില്ലാന്നേ. ഇപ്പൊ ആകെ ഒരു പ്രശ്നമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മാത്രമേ ഉള്ളൂ. അതെന്താ കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, മറ്റവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരായിട്ട് ചേർന്ന് പോകണത് ശരിയില്ല എന്നുള്ള അഭിപ്രായമുള്ള ഒരുപാട് ലീഗുകാരുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലീഗിൽ മുജാഹിദും സുന്നിയും കൂടെ തമ്മിൽ രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ ഒരു മുട്ടലുണ്ട്. TP അബ്ദുള്ള കോയ മദനി KNM-ന്റെ പ്രസിഡന്റ് തന്നെ വലിയ ലീഗുകാരനാണ്. അയാൾ ലീഗിന്റെ മുനിസിപ്പൽ കോർപ്പറേറ്റ് പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഏറ്റുമുട്ടലല്ല ഉണ്ടാവുന്നത്. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. കാരണം ഉമ്മർ ഫൈസി മുക്കം ഓരോന്ന് പറയുന്നു, ഉമ്മർ ഫൈസി അതിർശ്ശേരിന് എതിർത്ത് പറയുന്നു, ജിഫ്രി തങ്ങൾ ഒളിയമ്പ് എഴുതുന്നു. അദ്ദേഹം ഒളിയമ്പിന്റെ ഒരു മാസ്റ്ററാണ്. ഒളിയമ്പ് എഴുതുന്നു, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ക്ലീനിങ്ങിന് ഞങ്ങൾക്ക് ഇന്നലത്തെ മൈസൂരിലെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഹാസ രൂപേണ ഉള്ളതായിരുന്നു. ശുദ്ധീകരണത്തിനൊന്നും ഇവിടെ ആരും കോൺട്രാക്ട് എടുക്കേണ്ട,
സമസ്തയിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ലീഗിനുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ആതിരശ്ശേരിക്കെതിരെയാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതും. ശ്രീ മുസ്തഫ മുണ്ടുപാറ, യഥാർത്ഥത്തിൽ എന്താണ് ഈ സമസ്തയിൽ നടക്കുന്നത്? ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയെ വിശേഷിപ്പിക്കുമ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാം. അത് താങ്കളും അത് തള്ളിപ്പറയുകയില്ലല്ലോ. ലീഗ് അനുകൂലികൾ എന്ത് ചെയ്യുന്നുവോ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള നീക്കങ്ങൾ, ഒളിയമ്പുകൾ ഇതെല്ലാം ഉണ്ടാകും. സുപ്രഭാതത്തിലൂടെ താങ്കൾ ഒരു രാഷ്ട്രീയം പറയുന്നു എന്ന രീതിയിലുള്ള വിമർശനം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാം, അതിൽ ഉണ്ട് താങ്കൾക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ. ശരിക്കും ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലീഗ് വിരുദ്ധരുടെ കൈകളിലേക്ക് സമസ്ത എത്തിപ്പെടുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ മുശാവറ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ എല്ലാവരും ഈ പറയുന്ന ലീഗ് വിരുദ്ധ ചേരിയിൽ അണിനിരക്കുന്നവരാണ്. മഞ്ജുഷ, ഞാൻ ചർച്ചയുടെ തുടക്കം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ലീഗ് പക്ഷം, ലീഗ് വിരുദ്ധ പക്ഷം എന്നുള്ള ഒരു രണ്ട് പക്ഷങ്ങൾ സമസ്തയിലില്ല എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവുമാക്കി ഇതിന് രണ്ടാക്കി തിരിക്കുന്നത് ചില താല്പര്യക്കാരുടെ ശ്രമമാണ്. ഈ ലീഗിനെ അംഗീകരിക്കുന്ന ആളുകളാണ് ലീഗ് വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന ആളുകൾ തന്നെ. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്ന് പറയുന്ന മതപ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതിൽ അംഗമാണ്. അത് ലീഗുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, അതുപോലെ തന്നെ INL-കാരുണ്ട്, PDP-കാരുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മതസംഘടന എന്ന നിലക്ക് സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. വ്യത്യസ്തം. പക്ഷെ ആപേക്ഷികമായി കൂടുതലുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവും എന്ന് പക്ഷമായിട്ട് ഇവിടെ തിരിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി ഇതിന് പക്ഷം തിരിക്കുന്നത് ശരിയല്ല. അത് ലോജിക്കും അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മതപ്രസ്ഥാനമാണ്. അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് അതിൽ ഒരു ഇടവുമില്ല. മതപരമായ കാര്യങ്ങൾക്ക് സമുദായത്തെയും സമൂഹത്തെയും ഉത്ബോധിപ്പിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം. അപ്പൊ അതിന് രാഷ്ട്രീയമായി ഒരു പക്ഷത്ത് നിൽക്കുന്നവർ ലീഗ് പക്ഷം, ലീഗ് വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. പക്ഷേ ആശയപരമായ ഒരു ഭിന്നിപ്പാണല്ലോ ഉണ്ടായിരിക്കുന്നത് സമസ്തയിൽ, തർക്കമില്ല. അതിനോട് താങ്കൾ യോജിക്കുമല്ലോ. ആശയപരമായ ഒരു ഭിന്നിപ്പാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ ആശയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ലീഗിൽ ഈ ജമാഅത്തെ ആശയമുള്ളവരും അതുപോലെ തന്നെ മുജാഹിദ് ആശയമുള്ളവരും ഉണ്ട്. അപ്പോൾ അവരുടെ മേധാവിത്വം വരുന്നു. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. സമസ്തയെ ഒരു വേറിട്ട് അതൊരു ഒരു സ്വത്വ പ്രശ്നം എന്ന് അതിനെ പറയാം. അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന് പറയുന്നതിന് കാരണം ഈ പറയുന്ന ലീഗ് അനുകൂലികൾ എന്ന വിഭാഗം, അത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയുന്നില്ല, അതിൽ തന്നെ ചില വ്യത്യസ്ത നിലപാടുള്ളവരുമുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോൾ അത് വിഷയാധിഷ്ഠിതമായിരിക്കും. അപ്പോൾ അവർ ഈ പറയുന്ന ലീഗിൻ്റെ ഈ നിലപാടിനോട് യോജിക്കുന്നവരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു വിഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ ലീഗ് ഈ രീതിയിൽ ഈ മുജാഹിദ് പക്ഷത്തേക്കും അതുപോലെ തന്നെ ജമാഅത്തെ ആശയങ്ങളോടും സന്ധി ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് താല്പര്യമില്ല. ഇതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ശരിയല്ല. ലീഗ് ആരെ പക്ഷത്ത് നിൽക്കണം, ആരെ കൂട്ടണം എന്ന് കൂട്ടണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. അത് സമസ്തയുടെ തീരുമാനിക്കേണ്ടതല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുജാഹിദും അതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഔദ്യോഗികമായി മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് നിൽക്കുന്ന വിവിധ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് സമസ്തയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആളുകളുണ്ട്. അത് രണ്ടും രണ്ടായി തന്നെയാണ് കാണേണ്ടത്. അത് കൂട്ടിക്കുഴക്കേണ്ട ഒരാവശ്യവും ഇല്ല. അത് കുഴക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആശയപരമായ സംഘർഷത്തിന് കാരണം പിന്നെ എന്താണ്? അത് താങ്കൾ വിശദമാക്കുക. സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയാം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്ന്, ബിദ്അത്തിനെ പ്രതിരോധിക്കുക എന്നതാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ പുതുതായി വാദങ്ങൾ കൊണ്ടുവന്ന മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ കക്ഷികളെയാണ് ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ കക്ഷികളെ പ്രതിരോധിക്കുക എന്നതാണ് സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശ പ്രബോധന പ്രവർത്തനമാണ്.
ഈ രണ്ട് ലക്ഷ്യങ്ങൾ, ഒന്ന് രണ്ട് വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട്, ഭൗതിക മതഭൗതിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആമുഖമായി തന്നെ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയിൽ അണിനിരന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവരുടെ മതപരമായ അവരുടെ വിശ്വാസ സംരക്ഷണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത്. ഈ ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറയുമ്പോൾ സമസ്തയിലെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് 1926-ലാണ്. അതിനു മുമ്പേ നമ്മുടെ കേരളത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നു വന്നിട്ടുണ്ട്. അക്കാലം അത്രയും കേരളത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസവും ആചാരങ്ങളും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ ബിദ്അത്തിന്റെ കക്ഷികൾ ഈ സമൂഹത്തിനിടയിൽ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, തുടക്കം കുറിച്ച സന്ദർഭത്തിലാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ 1926 ഇങ്ങനെയുള്ള തൽപര കക്ഷികൾ കടന്നുപോയിരുന്നു എന്ന് താങ്കൾ പറയുന്നത് ഈ പറയുന്ന വഹാബികളും അതുപോലെ തന്നെ സലഫി ആശയങ്ങളും അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണല്ലോ. അത് സമസ്തയ്ക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് ആരാണ്? ആ സമസ്തയ്ക്കുള്ളിലുള്ളവർ തന്നെയാണല്ലോ. അതിനൊരു ബാഹ്യ പ്രേരണയുണ്ടോ? ഇതൊക്കെയാണല്ലോ സമസ്തയ്ക്കുള്ളിലെ തർക്കമായിട്ട് വരുന്നതും രണ്ട് പക്ഷമായിട്ട് വേർതിരിയുന്നതും. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ജമാഅത്തെ ആശയങ്ങളും അതുപോലെ തന്നെ മുജാഹിദ് ആശയങ്ങളും, അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു അതിനോട് സന്ധി ചെയ്യുവാൻ പറ്റുകയില്ല എന്ന്. അതായത് വഹാബിയൻ ആശയങ്ങളും അതുപോലെ തന്നെ സലഫി ആശയങ്ങളും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് പക്ഷേ സമസ്തയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പറയുമല്ലോ, അവരെയാണല്ലോ നിങ്ങൾ എതിർക്കുന്നത്. അത് ആരാണ് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് തുറന്നു പറയാമല്ലോ, ഇങ്ങനെ പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ മുസ്തഫ മുണ്ടുപാറ പൊതിച്ചു പറയുന്നില്ല, സത്യസന്ധമായി തന്നെ പറയാം, തുറന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾക്കെതിരെയുള്ള മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രബോധനം ചെയ്യുക എന്നതാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ സമസ്തയിലെ ജമിയത്തുൽ ഉലമയും ഈ പറഞ്ഞ ബിദ്അത്തിന്റെ കക്ഷികളും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായി സമസ്തയുമായുള്ള ഈ പോരാട്ടത്തിനിടയിൽ ആശയപരമായ പോരാട്ടത്തിൽ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളൂ. കാരണം ഇന്നിപ്പോ നമുക്കറിയാം മുജാഹിദ് ജമാഅത്ത് എന്ന് പറയുന്നത് സമസ്തയുടെ തൊട്ട് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏതാനും 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വന്നതെങ്കിലും പക്ഷേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണ്. ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണെന്നാണ്. അവർ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടുകയാണ്. അത് നേരത്തെ ശ്രീ ഫസൽ കപൂർ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് കഴിയും, രാഷ്ട്രീയമായിട്ട് തന്നെ പറയാൻ കഴിയും. അതവർ പറയുകയും ചെയ്തു CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതായത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷം 2 പതിറ്റാണ്ടുകൾ ശേഷം വന്ന പ്രസ്ഥാനമാണ്. പക്ഷെ ഇവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ്. സ്വാഭാവികമായും ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഞാൻ കായികമായ ഏറ്റുമുട്ടലല്ല പറഞ്ഞത്, ആശയപരമായ ഏറ്റുമുട്ടൽ. ആ ആശയപരമായ എല്ലാ ഏറ്റുമുട്ടലുകളും മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടിട്ടാണുള്ളത്. സമീപകാലത്ത് അവരുടെ തന്ത്രത്തിൽ ഒരു മാറ്റം വരുത്തി. ആ തന്ത്രമാണ് ഇപ്പോഴുണ്ടായ ഈ ഇഷ്യൂസിന്റെ പ്രധാനമായ കാരണം. അവർ നേരത്തെ അതിനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആശയപരമായ പോരാട്ടത്തിൽ പരാജയപ്പെട്ട മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ലോബികൾ, ആ ടീം എന്തു ചെയ്തു എന്ന് വെച്ചാൽ സമസ്തയുടെ ഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതിന്റെ സിലബസിൽ കടന്നു വരാൻ തുടങ്ങി. അവിടെ ചില ഈ ആശയമുള്ള അധ്യാപകർ അവിടെ കടന്നു വരാൻ തുടങ്ങി. ഇത് ബോധപൂർവമായ ഒരു ശ്രമമാണ്. ഒരു 10-15 വർഷമായി ഇതിനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ CIC-യിലേക്ക് കടന്നു വന്നത് എന്നുള്ളത്. അതാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. CIC ഇസ്ലാമിക് കോളേജുകളുടെ ആ കോൺഫെഡറേഷൻ അതിലേക്ക് കടന്നു കയറി എന്നുള്ളതാണല്ലോ. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ പ്രത്യേക സിലബസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ CIC-ക്ക് ലീഗിന്റെ പിന്തുണയുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് CIC-യുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. ആ CIC-യിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണ്. സമസ്ത പിന്മാറുന്നു എന്ന് പറയുമ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ തീരുമാനമായി അത് വരികയാണ്. ഇന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു, CIC-യിൽ ഞങ്ങൾ ഇനി ഇല്ല, എല്ലാ ബന്ധവും വേർപെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ലീഗുമായിട്ടുള്ള ബന്ധം കൂടിയാണ്. അല്ല മഞ്ജുഷേ, അതായത് ഇതിന്റെ അടിസ്ഥാനം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു വെച്ചത്. അത് പൂർത്തിയാക്കാൻ അവസരം തന്നാലേ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതായത് ആശയപരമായി ഇതുവരെ പരാജയപ്പെട്ടവർ ഞങ്ങളുടെ ഘടനാപരമായ സംവിധാനത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. അതാണ് CIC-യുടെ പേരിലുള്ള ഒരു ആരോപണം, ഹക്കീം വൈസിയുടെ പേരിലുള്ള പ്രധാനപ്പെട്ട ആരോപണം. ആശയപരമായി പുതിയ ചിന്താഗതികൾ സമസ്തയുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. സമസ്തയുടെ സ്ഥാപനങ്ങളുടെ കമ്മിറ്റിയിലേക്ക് പല വഴികളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനങ്ങൾ പിടിച്ചടക്കാനുള്ള ശ്രമം തുടങ്ങി. ഒരു 10-15 വർഷമായി
ഏകദേശം ഈ ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു. ഇവിടെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്ന ചർച്ച ആരംഭിക്കുന്ന ഇവിടെയാണ്. ഇതിന് സ്വാഭാവികമായും സുന്നി ആശയമുള്ള ആളുകൾ, സമസ്തയുടെ സ്വത്വം അംഗീകരിക്കുന്ന ആളുകൾ, സമസ്ത ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ശക്തമായി ചെറുത്തു. നേരത്തെ അത് സ്വകാര്യമായി ചെറുത്തതായിരുന്നു. എന്നാൽ സമീപകാലത്ത് അത് പരസ്യമായി വന്നു. ഒരു 3-4 കൊല്ലമായി ഇത് പരസ്യമാകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങൾ ചെറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി, അകത്തിരുന്നു കൊണ്ട് ചെറുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ചെറുക്കാൻ തുടങ്ങിയപ്പോ ഈ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭിന്നതയുടെ വാക്കുകളാണ് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും. വാസ്തവമാണല്ലോ ശ്രീ മുസ്തഫ മുണ്ടുപാറ. അല്ല, വെളിയിൽ നിന്നുള്ള കക്ഷികളാണ് കൊണ്ടുവന്നത് എങ്കിൽ പോലും നിങ്ങളുടെ സംഘടനയ്ക്ക് അകത്തുള്ള ഭിന്നതയാണല്ലോ ഇത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉള്ള പണ്ഡിതരാണ് തമ്മിൽ തല്ലുന്നത്, വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും. ഇപ്പോൾ ആദർശേരിയുടെ വാക്കുകൾ വന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മറുപടി വരുന്നു. ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം എന്താണ് സംബോധന ചെയ്തത്? കള്ളൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതും പണ്ഡിത സഭയിൽ വന്ന് മുശാവറയിൽ ഇരുന്ന് സംസാരിച്ചത് കള്ളൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളുടെ സമസ്തയ്ക്കുള്ളിലെ പണ്ഡിതർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് എന്ന് പറയുമ്പോൾ ആ ആശയങ്ങൾ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നതയാണ് സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ താങ്കൾ പറയണം സമസ്തയ്ക്കുള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്തു, ഇത്തരം ആശയങ്ങളെന്ന്. അത് സമസ്തയ്ക്കുള്ളിലുള്ള കുറേയേറെ പേർ അതിൽ ആകൃഷ്ടരായി ആ ആശയങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നുവെന്ന്. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അത് തന്നെയാ പറഞ്ഞത്. അതായത് സംഘടനാ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഈ പറഞ്ഞ വിധത്തിന്റെ കക്ഷികൾ നടത്തി. അതിൽ ചിലരൊക്കെ വശംവദരായി. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ തർക്കമാണ് ഇപ്പോഴുള്ള ഈ സംഭവങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം. അതൊരു 1.5 പതിറ്റാണ്ടായി ഇതിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് അതിൽ കുറേയേറെ അവർ വിജയിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ബാക്കിയാണ് ഈ സംഭവങ്ങളൊക്കെ. അതിൽ നമ്മൾ ഉമർ ഫൈസിയുടെ വർഷമുണ്ടാകാം, അതുപോലെ തന്നെ സമസ്തയിലുണ്ടായ മുഷാവറ യോഗത്തിലെ പ്രശ്നമാകാം, അതുപോലെ തന്നെ ഇതിലെ ഒരു കക്ഷിയായ ബഹാവുദ്ദീൻ കൂരിയാട്, നദ്വി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാവാം. ഇതൊക്കെ പിന്നീട് വന്ന ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയപരമായ പോരാട്ടത്തിൽ പരാജയപ്പെട്ടവർ ഘടനാപരമായ തകർക്കാനുള്ള ശ്രമങ്ങൾ സമസ്തക്കകത്ത് ആരംഭിച്ചു. അതിന് ചിലർ വശംവദരായി. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. ശരി, അതിന് ഒരു കാര്യം കൂടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതിൽ എന്താണ് റോളുള്ളത്? ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയല്ല, പക്ഷേ ഈ CIC-യുടെ ചെയർമാനായിട്ട് പാണക്കാട് തങ്ങൾ ഇരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് കൂടി അദ്ദേഹം അംഗീകാരം നൽകുന്നു എന്നൊരു പരാമർശം കൂടി അതിലുണ്ടല്ലോ. അങ്ങനെ ഒരു ടോൺ ഉണ്ട് അതിൽ. അല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന, അതുപോലെ തന്നെ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെയുള്ള ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. അവരെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികൾ അവരുടെ മുമ്പിലുണ്ട്. അത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഇവിടെ ഒരു സമന്വയത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ടായിരിക്കാം തങ്ങളൊക്കെ ഈ നിലപാട് എടുത്തിട്ടുണ്ടാകുന്നത്. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ വിളിച്ച യോഗത്തിൽ നിങ്ങൾ പോകണമായിരുന്നു, പക്ഷെ നിങ്ങൾ പോയില്ല. അത് മറ്റൊരു കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CK ഷാക്കിർ, ഇവിടെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന് സമസ്തയിലെ ഈ രണ്ട് ചേരിയെ വിശേഷിപ്പിക്കരുത് എന്ന് മുസ്തഫ മുണ്ടുപാറ പറയുമ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുചെന്ന് എത്തുന്നത് ലീഗിലേക്ക് തന്നെയാണ്. അതായത് സമസ്തയിൽ ഈ പറയുന്ന വഹാബിയൻ ആശയങ്ങളും സലഫി ആശയങ്ങളും ഇഞ്ചക്ട് ചെയ്യുവാൻ, കുത്തിനിറയ്ക്കുവാൻ വന്ന ഒരു വിഭാഗത്തിനെതിരെയുള്ള ആശയപരമായ എതിർപ്പ്, അതായത് സംഘടനാ തലത്തിൽ തന്നെ കൊണ്ടുവന്ന് നിറയ്ക്കുവാൻ ശ്രമിച്ചതിനെ ആശയപരമായിട്ട് ഒരു വിഭാഗം എതിർക്കുകയാണ്. അതാണ് സമസ്തയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഇതേ ആശയഗതിക്കാരെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ലീഗ് ഇതിനകത്തൊരു കക്ഷിയുമാണ്. അതുമാത്രമല്ല, സമസ്ത എന്ന് പറയുന്നത് ലീഗിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്ന രീതിയിലാണല്ലോ കണ്ടിരുന്നത്. പക്ഷെ അതിലും മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോ നിങ്ങൾ തന്നെ ഒരു നരേഷൻ സൃഷ്ടിക്കുകയാണ്, എന്നിട്ട് അതിന് നിങ്ങൾ തന്നെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. നിങ്ങൾ ലീഗ് വിരുദ്ധ ചേരി സമസ്തക്കകത്ത് എന്ന് പറഞ്ഞിട്ട് മുണ്ടുപാറയോട് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ലീഗ് വിരുദ്ധ ചേരിയല്ലേ? അദ്ദേഹം പറയുന്നു, അല്ല, ഞാൻ ലീഗ് വിരുദ്ധ ചേരിയല്ല എന്ന്. അപ്പൊ നേർക്ക് നേരെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ മറുപടി പറയുന്ന സമയത്ത്, അതേപോലെ തന്നെ നേരത്തെ ഫസൽ കപൂർ സാർ, ഞാൻ സാധാരണ ചില ചർച്ചകളിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളാണ്.
ഇന്ന് അദ്ദേഹം പറഞ്ഞ 75% കാര്യത്തോടും പൂർണ്ണമായ യോജിപ്പാണ്. കൃത്യമായി അദ്ദേഹം നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കമില്ല എന്ന് ബഹുമാനനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മെനയാന്നും പത്രക്കാരോട് വളരെ വിശദമായി പറഞ്ഞു. സമസ്തയുടെ വേദിയിലും ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സമസ്തക്കകത്തുണ്ടായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം അത് തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സമസ്ത തന്നെ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ലീഗും സമസ്തയുമായി കൂട്ടിക്കെട്ടാൻ ചില മാധ്യമങ്ങളും ചില AKG സെന്ററിൽ പ്രവർത്തിക്കുന്ന ചില ഫ്രാക്ഷനും കൃത്യമായി മെറ്റീരിയൽസുകൾ സോഷ്യൽ മീഡിയ വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൽക്കാലം കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് സമസ്തക്കകത്ത് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഒരു പണ്ഡിത സഭയാണ്. അതിൽ 40 അംഗ മുഷാവറയാണ്. ആ മുഷാവറക്ക് നേതൃത്വം നൽകുന്നത് സമസ്തകളുടെ ജമിയത്തിലെ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറി ഉണ്ട്, ഭാരവാഹികളുണ്ട്. ആ ഭാരവാഹികളിൽ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ കൃത്യമായി പത്രക്കാർ ഏത് സമയത്ത് ചോദിച്ചോ ആ സമയത്തൊക്കെ കൃത്യമായി മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഇപ്പൊ മുസ്തഫ മാഷ് മുണ്ടുപാറ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഞാൻ പാർട്ടി നിലപാട് പറയാൻ ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ആളല്ല, അത് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയും. പക്ഷെ ഞാൻ ലീഗ് പ്രവർത്തനത്തിലേക്ക് വരുന്നത് സമസ്തയുടെ പ്രവർത്തകനായിട്ടാണ്. മുസ്തഫ മാഷ് മുണ്ടുപാറ SKS ജനറൽ സെക്രട്ടറി ആയ സമയത്ത് എന്റെ നാട്ടിലെ പഞ്ചായത്തിലെ മേഖലയിലെ യൂണിറ്റിലെ SKS സെവന്റിന് ഭാരവാഹിയായി ഈ പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മുസ്തഫ മാഷ് മുണ്ടുപാറ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നിങ്ങൾ വാർത്താ ചാനലുകളിൽ വന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം അവർ പറയേണ്ട രീതിയിൽ പറയുമ്പോൾ അതിന് നിങ്ങൾ സമസ്തയുടെ വിഷയമാണ് എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമസ്തക്കകത്ത് അല്ലെങ്കിൽ സമസ്തയോട് നേരത്തെ ചേർന്ന് നിന്നിരുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായം. അവിടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഉമർ ഫൈസൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യമായ ഒരു പക്ഷേ ഇത് സമസ്തയ്ക്കുള്ളിലെ പ്രശ്നം മാത്രമാണ് എങ്കിൽ അത് പരിഹരിക്കുവാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ച യോഗത്തിൽ സമസ്തയിലെ ഈ പറയുന്ന വിഭാഗം, താങ്കൾ പറഞ്ഞു അവരെ ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് പറയരുത്, കാരണം മുസ്തഫ മുണ്ടുപാറ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലീഗ് വിരുദ്ധനല്ല, അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന്. പക്ഷേ എന്തുകൊണ്ട് വന്നില്ല? കാത്തിരുന്നതാണല്ലോ അങ്ങനെ ഒരു യോഗത്തിൽ ഇവർ വരുമെന്ന്. നടന്നില്ലല്ലോ. മഞ്ജുഷ, നിങ്ങൾ നോക്കേണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നതിനോടൊപ്പം തന്നെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു പരമോന്നത നേതാവായി വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിലാർക്കും തർക്കമില്ല. അദ്ദേഹം സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം വന്ന് പത്രസമ്മേളനത്തിൽ ആരാ കൂടെ ഉണ്ടായിരുന്നത്? സമസ്തയുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നതിൽ പ്രസിഡന്റാണ്. അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിന്നെ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് നമ്മുടെ നേതാക്കന്മാർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ നരേഷൻ ഒരിക്കലും അത് വസ്തുതയുമായി ബന്ധമുള്ളതല്ല. മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് ഇനിയും ഉദാഹരണങ്ങളുണ്ട്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് അത് ഇരു വിഭാഗവും തമ്മിലുള്ള ചർച്ചയാണെന്ന് പറയാൻ പറ്റുകയില്ല. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് രാവിലെ തന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലീഗ് അനുകൂല വിഭാഗം പാണക്കാട് പോയി തങ്ങളെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം തീരുമാനിച്ചിരുന്നത്. അത് നടന്നുമില്ല. മറ്റൊരു കാര്യമുണ്ട്, ഈ കോൺഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അതിൻ്റെ ഉപദേശക സമിതിയിൽ ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയത് ആരാണ്? സമസ്തയാണ്. അത് സമസ്തയുടെ ഒറ്റക്കെട്ടായ അഭിപ്രായമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ മേൽക്കൈയാണ് ഉണ്ടായിരിക്കുന്നത്. ആദർശേരിയെ തള്ളിപ്പറഞ്ഞത് ആരാണ്? സമസ്തയിലെ ഒരു വിഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു ലീഗ് വിരുദ്ധ വിഭാഗവും ലീഗ് അനുകൂല വിഭാഗവും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വെളിയിൽ പക്ഷേ സമസ്ത നേതാക്കൾക്ക് അത് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ലീഗുകാർക്കും പറ്റില്ല. നിങ്ങളോടും ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി, ഇപ്പൊ തർക്ക വിഷയം തന്നെ എടുത്തോളി. ആ തർക്ക വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്നുള്ള നിലപാടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ തർക്ക വിഷയം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഇവർക്കാർക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, അതാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലോ മറ്റ് പൊതുവായ വിഷയങ്ങളിലോ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് വിഷയത്തിനനുസരിച്ച് ഒത്തുവന്നിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ CPM വോട്ട് ചെയ്തിട്ടുണ്ട് 2011 വരെ. പിന്നീട് UDF വോട്ട് ചെയ്തപ്പോൾ CPM ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എന്താ പറയാ പ്രചരണമാണ് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ആളുകളും സമസ്തക്കകത്തെ ബഹുഭൂരിഭാഗം ആളുകളും അതുപോലെ തന്നെ ദക്ഷിണ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ ആളുകൾ ഇതിലൊന്നും പെടാത്ത, നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ആളുകളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും തർക്ക വിഷയത്തിൽ കക്ഷിയായത് നിങ്ങൾക്ക് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. പിന്നെ സ്വാഭാവികമായും എന്നെ പോലെയുള്ള ആളുകൾ മതസംഘടന എന്നുള്ള നിലയ്ക്ക് സമസ്തകളുടെ ജമിയത്തുലുള്ള അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നമ്മൾ മുസ്ലിം ലീഗിന് ഉത്തരവാദ പ്രവർത്തകരും അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളും ഒക്കെയാണ്. ഇത് രണ്ടും ഒരിക്കലും കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഒരേ വ്യക്തികളാകുമ്പോൾ രണ്ട് നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ അത് പരിഹരിക്കാൻ നല്ല
മിടുക്കരായ നേതൃത്വം ശരി ശരി. പക്ഷേ ഇന്ത്യയിലുള്ള ഇതുവരെ ആ മുസ്ലിം ഒരു ലോക പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഓരോ ദിവസവും വഷളാവുകയും ഇനിയിപ്പോൾ അത് പരസ്പരമുള്ള സോഷ്യൽ പുറത്താക്കലിലെ മീഡിയയിൽ കാര്യങ്ങൾ കണ്ടാൽ മതി. പോകുമോ അത് എന്ന് സോഷ്യൽ ഇനി മീഡിയ അറിയുവാനുള്ളൂ. ശ്രീജിത്ത് പണിക്കർ, മനുഷ്യ അത് സോഷ്യൽ ഇത്രയും മീഡിയയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു വിഷയമാണോ? ഇപ്പോൾ നമ്മളെല്ലാം വെളിയിൽ നിന്ന് കാണുന്നവരാണ്. സമസ്തയിലെ ഈ പ്രശ്നവും മുസ്ലിം ലീഗിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുവാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വർഷങ്ങൾ നീണ്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു. AP വിഭാഗം സമസ്തയിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ EK വിഭാഗത്തിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോവുകയാണോ എന്നുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയും ശ്രീ CK ശാക്രം പറഞ്ഞ പോലെയാണോ താങ്കൾക്ക് ഇതേക്കുറിച്ച് തോന്നുന്നത്? അത്രമാത്രം സിമ്പിളായ ഒരു കാര്യമാണോ? അല്ല, നോക്കൂ, എൻ്റെ ഒരു ലിമിറ്റേഷനും അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഈ സമുദായത്തിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് ഡിസ്പാഷനേറ്റ് ആയിട്ട് പുറത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ട് അഭിപ്രായം പറയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻട്രിക്കസീസിനെ പറ്റി ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഫൈനർ ഡീറ്റെയിൽസ് ഒരുപക്ഷെ ശ്രീ ഫസൽ ഗഫൂറിനെ പോലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് പറയാൻ കഴിയും. പക്ഷേ വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞതുപോലെ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുമ്പോൾ ആ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സമുദായത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ സമസ്തയെ ഗൗരവമായി എടുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഞാനിതിൽ കാണുന്നത് ആരൊക്കെ എതിർത്താലും ഇല്ലെങ്കിലും ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവും സമസ്തയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ സമസ്ത ഒരു മതസംഘടനയാണ്, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ ചിന്തയില്ല എന്നൊക്കെ പറയാം. അത് ഇപ്പോൾ RSS എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രാഷ്ട്രീയ ചിന്തയില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ചിന്തയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുന്നു. BJP ഈ സംഘപരിവാർ എന്ന് പറയുന്ന ലാർജർ അംബ്രല്ലയിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് ആയിരിക്കുന്നത് എന്നതിനെ പറ്റിയും ഭരണത്തിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ പ്രകടനം ഏത് പരിധിവരെ ആകാം എന്നതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ അതേപോലെ അല്ല എങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് സമസ്ത എങ്ങോട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് പറഞ്ഞു തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറയാൻ സമസ്ത ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും B ടീം അല്ല എന്നുള്ള പ്രസ്താവനകൾ മുമ്പുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വിവാദമുണ്ടാകുന്ന സമയത്തല്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും B ടീം അല്ല. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ആരോപണം തന്നെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് സമസ്ത പ്രവർത്തിക്കുന്നത്. അതിലൊരു പക്ഷേ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ. പിണറായി വിജയനുമായിട്ട് അടുക്കുന്നുണ്ടോ, പിണറായി വിജയനെ ഒരു നല്ല ഭരണാധികാരിയായിട്ട് കാണുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിനെയെല്ലാം പൊതുവെ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർ കാണുന്നത് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഷിഫ്റ്റ് സമസ്തയിൽ സംഭവിക്കുന്നുണ്ടോ എന്നത് നോക്കിയാണ്. അപ്പോൾ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിവിടെ കാണുന്നത് വളരെ ലാർജറായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ ലീഗ് പക്ഷം അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന രണ്ടു ഭാഗത്തു നിന്നും ആൾക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. രണ്ടു ഭാഗത്തും പറ്റുന്ന രീതിയിലത്തേക്കുള്ള എല്ലാവിധ ഫൈറ്റുകളും അത് ഉള്ളിൽ നിന്നാണ് എങ്കിൽ പോലും നടക്കുന്നുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപക്ഷെ ഒരു അടുത്ത ലെവൽ എന്ന് പറയാവുന്ന രീതിയിൽ അനിഷേധ്യരായിട്ടുള്ള ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങനെ അങ്ങ് വിമർശിക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഉണ്ടാവില്ല, ഈ വിഭാഗത്തിലൊക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതേപോലെ പാണക്കാട് തങ്ങളെയും അങ്ങനെ അങ്ങ് വിമർശിച്ചേക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സമസ്തയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളിവിടെ കള്ളന്മാരെന്ന് പറയുന്ന ഒരു വിളി, അതിനെപ്പറ്റി ചർച്ച ചെയ്തല്ലോ. അങ്ങനെ വിളിച്ചുവെന്നും വിളിച്ചില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. മുഷാവറ യോഗത്തിൽ ഇങ്ങനെ കള്ളന്മാരെന്നുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ യോഗം കണ്ടക്ട് ചെയ്യുന്ന അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അങ്ങനെയെങ്കിൽ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണല്ലോ, എങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു എന്ന നിലയ്ക്കാണ് വാർത്തകൾ വന്നത്. അപ്പോൾ ഇത് ആരെ പറ്റിയാണ് ഈ ചോദ്യം വരിക? ഇതിനെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരാളിനെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ വലിയ രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ഒരു പ്രസ്താവന വരികയാണ്. അപ്പോൾ ആ പ്രസ്താവന വരുന്നു. ആ പ്രസ്താവന വന്നതിന് ശേഷം ഇതിനെല്ലാം തന്നെ ഒന്നിച്ച് ഈ മുഷവറ യോഗത്തിനെ കൊണ്ടുപോകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്ര ലളിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു വിഷയം. രണ്ട്, ഇതിനോടകം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആ CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു, തർക്കമുണ്ടാകുന്നു, ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ പോകുന്നു.
അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ശുദ്ധീകരണം ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന രീതിയിലത്തേക്കൊരു പരിഹാസം അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ക്രിറ്റിസിസം ടാർഗറ്റ് ചെയ്യുന്നത് എവിടത്തേക്കാണ്? അപ്പോൾ അതിൻ്റെ മറുപടി വരുന്ന സമയത്ത് തന്നെ ഇത് കൃത്യമല്ലേ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആ വിമർശനം ആർക്ക് നേരെയാണ്? സമസ്തയിൽ അങ്ങനെ ഒരു ശുദ്ധീകരണം വേണമെന്ന് പറയുമ്പോൾ ആരെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ആരുടെ കാഴ്ചപ്പാടിനെ ശുദ്ധീകരിക്കാനാണ് ആ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാകുന്നത് കൊണ്ടല്ലേ പരിഹാസം കലർന്നിട്ട് ജിഫ്രി തങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം വരുന്നത്. ഇവിടെ അങ്ങനെയുള്ള ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടുന്ന ആൾക്കാരുണ്ട്, മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ശുദ്ധീകരണം ഇവിടെ ആവശ്യമില്ല എന്ന രീതിയിലത്തേക്ക്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള സമവായ മീറ്റിങ്ങുകൾ, അതിൽ ഒരു പക്ഷം വരാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേയധികം ഡെവലപ്മെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ ചോദ്യം ചെയ്യുന്ന, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരികയും അതേപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരികയും പിന്നീട് ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കുറേയധികം കാര്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ചർച്ചയിൽ പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞതുപോലെ അതിനെ അത്രത്തോളം ലളിതവൽക്കരിക്കാനോ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നോ ഇവിടെ ഒരു ലീഗ് ഫാക്ഷനും അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ ഫാക്ഷനും ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന രീതിയിലേക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയാണ് ശ്രീജിത്ത് പണിക്കർ. പക്ഷേ ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വരുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും തുറന്നു പറയുവാൻ അവർ ഇപ്പോൾ തയ്യാറാവുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഇരുപക്ഷവും നീങ്ങുന്നത്. അതായത് കൃത്യമായ ഒരു ഭിന്നിപ്പിന്റെ രീതിയിലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ശ്രീ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഇതിൽ ഇവിടെ ഒരു ശുദ്ധീകരണത്തിനുള്ള ശ്രമത്തിലാണ് എന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഈ പറയുന്ന മുജാഹിദ് ആശയങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും അത് സമസ്തയിലേക്ക് കടന്നു വരുന്നു, അത് സംഘടനാപരമായ രീതിയിൽ അത് കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ അതിനുള്ള വിത്തുകൾ പാകിയിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ അവരെ പുറത്താക്കുവാനായിട്ട് ഈ പക്ഷം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ആശയങ്ങളെ അടിച്ചമർത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ്. താങ്കൾ ഈ കാണുന്ന ഈ രണ്ട് പക്ഷങ്ങളെയും നോക്കുമ്പോൾ ഏത് പക്ഷത്തോടൊപ്പം നിൽക്കുവാനാണ് താങ്കൾക്ക് താല്പര്യമുള്ളത്? താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന, കാരണം എല്ലാ ആശയങ്ങളെയും ഒത്തുചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതായിരിക്കുമല്ലോ താങ്കൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ പറയുന്ന മുസ്തഫ മുണ്ടുപാറയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തോട് താങ്കൾക്ക് താല്പര്യമുണ്ടാകാൻ സാധ്യത കുറവാണ്. അല്ല, അതിന് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ ആളാണെന്നുള്ളത്. അല്ല, അദ്ദേഹം പറഞ്ഞു ഈ ആശയങ്ങളുടെ വൈരുദ്ധ്യം അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു പക്ഷമാണല്ലോ അത്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1920കളിൽ ഐക്യസംഘം, അതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്ലിപ്പ എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ സഹോദരൻ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ഏത് പക്ഷത്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. എനിക്കിപ്പോ ആ പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, മനസ്സിലായില്ല. പക്ഷെ അങ്ങനെയല്ല അത്. ഞങ്ങളിപ്പോ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ന്യായമായിട്ടുള്ള രീതിയിലൊരു കാഴ്ചപ്പാട് വേണമല്ലോ. അപ്പൊ മുണ്ടുപാറ മാസ്റ്റർ തന്നെ അദ്ദേഹം ഒരു എഡിറ്റോറിയൽ എഴുതി വഖഫ് പ്രശ്നത്തിനെ പറ്റിയിട്ട് അദ്ദേഹം എഡിറ്റോറിയൽ എഴുതി. ഇപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചു, പക്ഷെ ശരിയല്ല. കാരണം അതോടൊപ്പം തന്നെ ഷാജിയും അതും ഇപ്പോൾ ഒരു വിഷയമാണല്ലോ, ഷാജിയും ഇ.ടി. മുഹമ്മദ് ബഷീറും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടെ പറയാം, ഞാനും ആ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ വഖഫ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് മറച്ചു പിടിക്കാനൊന്നും പറ്റില്ല. വഖഫ് ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോട്ടേന്നേ, അപ്പൊ അറിയാതെ വഖഫാണോ അല്ല. അത് വഖഫ് ആണെന്നുള്ളത് കൊണ്ട് മുനമ്പത്തുള്ള ആൾക്കാർക്ക് ഭൂമി കൊടുക്കണമെന്നൊന്നുമില്ല. അത് നിയമം സർക്കാർ ഉണ്ടാക്കണം. കാരണം അത് വിറ്റതാണെന്ന് ഫറൂഖ് കോളേജ് കമ്മിറ്റി പറയുന്നു. അപ്പൊ അതൊരു വിഷയ തർക്കത്തിന് ഒരു കാര്യമാണ്. കാരണം മാസ്റ്റർ വലിയ ലേഖനമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൽ അതിനെ പറ്റിയിട്ട്. ഇത് ഒരു വളരെ കുഴഞ്ഞ വിഷയമാണെന്നേ. കാരണം ഉമ്മർ ഫൈസിയും മറ്റേ ഇവരും അദ്ദേഹവും അതിർശേരി അങ്ങോട്ടും കൊണ്ട് തല്ലുവിടുന്നു. ജിഫ്രി തങ്ങള് വേറെ മറ്റേ രീതിയിൽ തല്ലുവിടുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ലീഗ് ഗ്രൂപ്പ്, ആന്റി ലീഗ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്താണ് ആശയപരമായ ഭിന്നിപ്പ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ. അതാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം. അത് ഞാൻ പറഞ്ഞല്ലോ, ആശയപരമായിട്ട് തുടർച്ച എന്തായാലും സമസ്തയിൽ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വരും. അതിൽ ആശയപരമായിട്ടുള്ള വ്യത്യാസം ഇവിടെ മുജാഹിദിൽ വന്നില്ലേ? മനസ്സിലായി, ജമാഅത്ത് ഒരു കൊച്ചു സംഘടനയാണ്, അതുകൊണ്ടാണ് അതിൽ വരാത്തത്. അത് വേറെ രാഷ്ട്രീയ മത സംഘടനയാണ്, മനസ്സിലായി. രാഷ്ട്രീയം കൂടെ കൂട്ടിക്കളത്തിയിട്ടില്ല. മറ്റ് സംഘടനകളിലൊക്കെ ആശയപരമായിട്ട് അഭിപ്രായം വരും. എന്താ പറയുക, നമ്മളൊരു പുതിയൊരു നൂറ്റാണ്ടിലോട്ട് കടക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസം വന്നു, സ്ത്രീ വിദ്യാഭ്യാസം വന്നു, സ്ത്രീകളുടെ സ്ഥാനത്തിനെ പറ്റിയിട്ട് ചൊല്ലപ്പം ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ലീഗ് പ്രസ്ഥാനം ആണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസം
സ്ത്രീകളെ MSF മത്സരിക്കുന്നു, സ്ത്രീകൾ സിൻഡിക്കേറ്റിൽ സ്ത്രീകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ആബിദയുണ്ട് സെനറ്റിൽ, എന്റെ അറിവിൽ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇഷ്ടംപോലെ ലീഗുകാർ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് വലിയ സമ്മേളനം നടത്തുന്നു. അതിപ്പോ ഇന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിൽ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്തിനാണ് സ്ത്രീകളെ സെനറ്റിൽ എടുത്തതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഇന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിനെ പറ്റിയിട്ടാണ്. അത് ലീഗ് വിരുദ്ധരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, എനിക്കറിഞ്ഞൂടാ. അത് മുസ്തഫ മുണ്ടുപാറയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആ പക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ്. മുസ്തഫ മുണ്ടുപാറ അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, മനസ്സിലല്ലേ? അദ്ദേഹം ഞങ്ങളാണ് പുരോഗമനം കൊണ്ടുവരുന്നത് എന്ന് രണ്ടു പക്ഷവും പറയുന്നുണ്ട്. ഇപ്പോൾ ആദർശേരിയും ടീമും ഒക്കെ പറയുന്നത് ഞങ്ങളാണ് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. അവർ ലീഗിനോട് അടുത്ത് നിൽക്കുന്നവർ. ഇപ്പോൾ എതിർപക്ഷവും പറയുന്നത് ഞങ്ങളാണ് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. പുരോഗമന ആശയങ്ങളൊക്കെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇവർക്ക് തടുക്കാൻ പറ്റായിരുന്നു. അത് CHന്റെ കാലഘട്ടം തൊട്ടിട്ട് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവന്നു. പിടിയിട്ടോ, ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്നത് മുഴുവനും, എന്റെ മെഡിക്കൽ കോളേജിൽ 10 ലീഗ് MLA പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ പലരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി, പലരും ഗവൺമെന്റ് ഉദ്യോഗത്തിലുണ്ട്. പഞ്ചായത്തുകളിലൊക്കെ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുകളുണ്ട്. അവരുടെ ഒരു പെൺകുട്ടി ബ്രസീലിലാണ് കാണാൻ പോയിരിക്കുന്നത്, മനസ്സിലായോ? ഇവരെന്തിനാണ് എതിർക്കുന്നത്? എന്തിനാണ് CIC എതിർക്കുന്നത് സമസ്ത? CICനെ എതിർക്കുന്നതിന് ഒരു കാര്യമുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. CIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതിന് ശേഷം അത് വേറൊരു ട്രസ്റ്റ് ആക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അത് ശരി, ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട് ജനിച്ചു വളർന്നതല്ല. എന്റെ പിതാവ് MESന്റെ സ്ഥാപകൻ. അപ്പൊ ഞാനിതെല്ലാം കണ്ട് ഇവരൊക്കെ എനിക്ക് നല്ലോണം പറഞ്ഞത്. CIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശയപരമായിട്ടൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. എന്നാൽ കൂടി അവര് എന്ത് ചെയ്യുന്നു വെച്ചാൽ കോളേജ് മർക്കസ്, വളാഞ്ചേരിയിലെ മർക്കസിൽ നിന്നാണ് അതിന്റെ തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ചെറിയ കോളേജുകളാണ്. ഇത് ഭയങ്കര വലിയ കോളേജുകളോ എയ്ഡഡ് കോളേജോ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച കോളേജൊന്നുമല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ, ഞാൻ മുണ്ടുപാറ മാസ്റ്റർ എതിർത്ത് പറയാം. ഞാൻ മനസ്സിലാക്കിയത് CIC എന്ത് ചെയ്തത്, അത് വേറൊരു ട്രസ്റ്റ് മാതിരി. ഇപ്പൊ ഉദാഹരണമായിട്ട് MM അക്ബറിന്റെ പീസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആണെങ്കിൽ അത് വേറെ ട്രസ്റ്റാണ്, അവരുടെയാണ്, വേറെയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ വേറെ ട്രസ്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് സമസ്തയുടെ കീഴിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിക്കും ഞങ്ങളുടെ നിന്ന് പോകാൻ പറ്റില്ല. അത് മൊത്തം സംഘടന വിഴുങ്ങാൻ വേണിച്ചാൽ അല്ലാതെ പറ്റൂല. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ട്രസ്റ്റ് ഉണ്ടാക്കിയ ഇത് പോയിക്കൊണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കിയതാണ്. ഈജിപ്തിലെ ഏതോ സർവകലാശാലയായിട്ട് പ്രൊഫസർ ബഹൗദ്ദീൻ നദ്വിയൊക്കെ സർവകലാശാലയായിട്ട് കണക്ഷൻ വരുത്തിയിട്ട് അദ്ദേഹം ചാൻസലറോ അങ്ങനെ എന്തൊക്കെ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഇവര് ശ്രമിക്കുന്നു എന്ന് ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അതിർശ്ശേരി പുരോഗമനവാദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ അത് സംഘടനാപരമായിട്ടുള്ള ഒരു വിഷയം വേറെ ഉണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ആശയപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. പക്ഷെ അതുകൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ കുറെ പിന്തിരിപ്പന്മാരുണ്ട്, മനസ്സിലായി? നമ്മൾ പറയല്ലേ ഈ സമസ്തയിൽ. അതേസമയം കുറെ പുരോഗമനവാദികളും. ഈ പുരോഗമനവാദികൾ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ലീഗിനോട് ബന്ധപ്പെട്ട് കിടക്കണം. കാരണം ലീഗ് ഒരു പുരോഗമന സംഘടനയാണ്. ഒരു തർക്കവും നമുക്ക് വേണ്ട. ഈയാമ്മേന്റെ മകള് വരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറാണ്, മുനീർ ഡോക്ടറാണ്, ഒരുപാട് സ്ത്രീകൾ അതിലുണ്ട്, മനസ്സിലായില്ല? അപ്പൊ ആ നിലക്ക് ഇതിനോട് ബന്ധപ്പെട്ട, പക്ഷെ ഇന്നത്തെ ചർച്ചയിലും ഇവർ പറയുന്നുണ്ട് സ്ത്രീകള്. ഞാൻ ചോദിക്കട്ടെ, ഇവരല്ലേ പോയിട്ട് ഇപ്പൊ സമരം ചെയ്തിരിക്കുന്നത്? മുഖം മറച്ചവരെ PSMO കോളേജിൽ നിന്ന് പുറത്താക്കിയപ്പോ PSMO കോളേജ് മുജാഹിദിന്റെ കോളേജല്ലേ? 2 മുജാഹിദ് വിഭാഗം അതിനെ എതിർത്തല്ലോ, മുഖം മൂടി ധരിച്ചു വരുന്നുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഇവരെന്തിനാ സമരം ചെയ്യാൻ നിൽക്കുന്നത്? അവരുടെ കോളേജല്ല, അവരെന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാന്നല്ലാതെ ഇതൊക്കെ ആരാ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് വിഭാഗമാണ് ചെയ്യണത്, ആരുടെ പ്രചോദനമാണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളിതൊക്കെ നിരോധിച്ചതാ. ഇതൊക്കെ ഞങ്ങളിതിനെ ശക്തം, ഇനി ഏതൊരുത്തിനോട് വന്നിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ എതിർക്കും. അപ്പൊ പുരോഗമന ശക്തികൾ സമസ്തയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളുടെ സംഘടനയിലും ഉണ്ട് സമസ്തയുടെ ആൾക്കാർ. മുണ്ടുപാറ മാസ്റ്റർ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ CPM, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. CPM നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് സമസ്തയിൽ ഇടപെടാനായിട്ട്, അത് തർക്കമൊന്നുമില്ല. അത് പിന്നെ അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ പോയി ഇടപെടാനായിട്ട്. കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടല്ലോ സമസ്തയിലൊക്കെ ഉണ്ട്. അത് ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, CAA സമരം നടക്കുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായിക്കൊണ്ട് പിണറായി വിജയനെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, മനസ്സിലല്ലേ? അതൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ എതിർപ്പ് ഉണ്ടാക്കി, ശരി, അത് കഴിഞ്ഞിട്ടുണ്ടായ ഇലക്ഷനിൽ എന്തുണ്ടാക്കി വെച്ചാൽ മതി, ആ പ്രദേശങ്ങളിലെ വോട്ടിങ്ങിൽ എന്ത് സംഭവിച്ചു നോക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ആ ശ്രമം മനസ്സിലായില്ലേ ഫലിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 2 പക്ഷമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, 2 പക്ഷമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, എന്താണ് 2 പക്ഷമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലാന്നേ. അത് ഇവര് ഞാൻ പറഞ്ഞല്ലോ, CPM-നും മുസ്ലിം വോട്ട് ശ്രമിക്കാം,
വേണമെച്ചാൽ BJPക്കും ശ്രമിക്കാം, കോൺഗ്രസിനും ശ്രമിക്കാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറയട്ടെ, ഇത്ര നേരം ഞാൻ സംസാരിച്ചല്ലോ, യൂത്ത് ലീഗ് പ്രസിഡന്റ് മറ്റേ പ്രതിനിധിക്കറിയാലോ ഞാൻ ലീഗുകാരനല്ല എന്നുള്ളത്. ഞാനും ലീഗുകാരനല്ല, എന്റെ പിതാവും ലീഗുകാരനല്ലേ, എന്റെ വല്യപ്പനും ലീഗുകാരല്ലേ. അപ്പൊ അത് എന്നാലും ഞങ്ങൾ ഇവരായിട്ട് സൗഹാർദ്ദം ശരി ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ പുരോഗമന ആശയങ്ങളുള്ളവരും പാരമ്പര്യവാദികളും ആ ഒരു റിഫ്റ്റും ഇതിനകത്തുണ്ട്. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് ആ പുരോഗമന ആശയങ്ങൾ ഉള്ള സമസ്തയിലെ പണ്ഡിതർ എന്ന് പറയുന്നത് അവർ ലീഗുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവരെ എതിർക്കുന്ന നിങ്ങൾ പാരമ്പര്യവാദികളായി മാറുന്നു. ശ്രീ മുസ്തഫ മുണ്ടുപാറ. മഞ്ജുഷ, എനിക്ക് എന്റെ നെറ്റിന് എന്തോ ചെറിയ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട്. ഇല്ല, കുഴപ്പമില്ല, കേട്ടില്ലേ? കേട്ടില്ലേ? ഒന്നുകൂടെ ഒന്ന് പറയാം. ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ കൂടുതലും ലീഗുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ സമസ്തയിലെ ഈ രണ്ട് വിഭാഗത്തിൽ ഈ പാരമ്പര്യവാദികളും പുരോഗമന ആശയങ്ങളുള്ളവരുമുണ്ടല്ലോ. അപ്പോൾ താങ്കളെ പോലുള്ളവർ ഈ പാരമ്പര്യവാദികളുടെ ഗണത്തിലേക്ക് വരും, അതായത് ലീഗ് വിരുദ്ധർ എന്നത്. അങ്ങനെയല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുരോഗമന ആശയങ്ങളുള്ളവർ ലീഗിനോട് അടുത്ത് നിൽക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ശരി മുസ്തഫ, അതേ സംബന്ധിച്ച് അതിന് നിങ്ങൾ മുണ്ടുപാറ മാസ്റ്റർ മറ്റേ വാദിയാന്ന് പറഞ്ഞത് ശരിയല്ലോ, നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അതാണ് എന്റെ പ്രതിഷേധം. അദ്ദേഹം അപ്പുറത്തെ ഭാഗത്താന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, സാർ എന്താണ് ഉദ്ദേശം എനിക്കറിയാം. ഫസൽ സാർ എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. പുരോഗമനം എന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്, എന്തിലാണ് സമസ്തയുടെ പുരോഗമന കുറവുള്ളത്? നിങ്ങൾ നോക്കി, ഇന്ന് ഇത്ര വിപുലമായ സംവിധാനമുള്ള ഒരു മതസംഘടന ഏതാണുള്ളത്? 10,000-കണക്കിന് മദ്രസകൾ, അറബി കോളേജുകള്, അല്ലാത്ത ആർട്സ് കോളേജുകള്, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് തുടങ്ങി പ്രവിശാലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ. സമസ്ത ഒരു തുലാസിൽ വെക്കുകയും മറ്റു മുഴുവൻ മുസ്ലിം സംഘടനകളെ മുഴുവൻ തുലാസിൽ വെച്ചാലും സമസ്തയുടെ പുരോഗമനപരമായ പ്രവർത്തനത്തിന് മറികടക്കാൻ ഇവിടെ ഒരു സംഘടനക്കും സാധ്യമല്ല. അത്രയേറെ വൈപുല്യമുള്ള നെറ്റ്വർക്ക് ഉള്ള ഒരു സംവിധാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടാക്കിയത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഈ പുരോഗമനം എന്ന് പറയുന്നതിന്റെ എന്താണ് എന്ന് മനസ്സിലായില്ല. സമസ്ത എക്കാലവും അതിന്റെ മൗലികമായ മതവുമായി ബന്ധപ്പെട്ട മൗലികമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരമാവധി പുരോഗമനമായ നിലപാട് സ്വീകരിച്ച ഇവിടെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരുന്നു PSMO കോളേജിൽ. അവിടെ ഈ നിഖാബ് ധരിച്ചതിന് അവിടെയുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നുവല്ലോ. അതിൽ എന്തിനാണ് സമസ്ത പോയി ഭാഗഭാക്കായത് എന്ന്, അവിടെ സമരം ചെയ്യാൻ പോയതെന്ന്? അത് ബഹുമാനപ്പെട്ട ഫസൽ സാറിന്റെ പെരിന്തൽമണ്ണ MES കോളേജിൽ ഉണ്ടായിരുന്നു ഈ വിഷയം. ഫസൽ സാർ നേതൃത്വം നൽകുന്ന MES കോളേജിൽ അവിടെ ഒരു സയ്യിദത്തായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ ഒന്നും ഇല്ലാത്തൊരു നിയമമാണ് PSMO കോളേജിൽ അവര് അടുത്ത പ്രിൻസിപ്പാൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവര് പിന്മാറിയെന്നത് സ്വാഗതാർഹമാണ്. ആദ്യം പരീക്ഷയ്ക്ക് ചെന്ന കുട്ടികളെ നിഖാബ് ഇട്ടുകൊണ്ട് പരീക്ഷ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് ഇൻവിജിലേറ്റർക്ക് അത് കാണിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അവർക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമാണ്. അത് പരീക്ഷ കഴിഞ്ഞാൽ പുറത്തിറങ്ങി ക്യാമ്പസിൽ നിഖാബ് ഇട്ടുകൊണ്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളത്തിൽ പുറത്തുമില്ല. ഇതിപ്പോ വിവാദമുണ്ട്. കർണാടകയിലൊക്കെ വിവാദം ഉണ്ടായത് ഈ നിഖാബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പൊ കേരളത്തിൽ അങ്ങനെ നിയമമില്ല, യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ നിയമമില്ല. അപ്പൊ ക്യാമ്പസിനകത്ത് നിഖാബ് ഇട്ടു എന്നത് വലിയൊരു കുറ്റമായി കാണേണ്ടതല്ല. നിർഭാഗ്യവശാൽ ഞാൻ ഫസൽ സാറിനോട്, എന്റെ ഏറ്റവും അടുത്ത ആളാണ് ഫസൽ സാറിനോടൊക്കെ നമുക്ക് അന്ന് ഞങ്ങൾ ഒരുപാട് തർക്കിച്ച വിഷയമാണ്. ഫസൽ സാറിന്റെ മെഡിക്കൽ കോളേജിലാണ് മെഡിസിൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പോലും തടയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിഖാബ് എന്ന് വസ്ത്രം എന്ത് ധരിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇവിടുത്തെ ഭരണ സംവിധാനം നൽകുന്നുവെങ്കിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുവെങ്കിൽ അതിനെ തടയാൻ ഒരാൾക്കും അവകാശമല്ല. ആ തടയലാണ് PSMO കോളേജിൽ നടന്നത്. പക്ഷെ അവർ തെറ്റുതിരുത്താൻ തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് കുട്ടികൾക്ക് പോയ പരീക്ഷകൾക്ക് നിഖാബ് ഇട്ടുകൊണ്ട് തന്നെ ക്യാമ്പസ് കയറാൻ കഴിഞ്ഞു. പരീക്ഷ ഹാളിലേക്ക് അടക്കുമ്പോൾ ഇൻവിജിലേറ്ററെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു നിയമം, നമ്മുടെ റൂള് നമ്മുടെ ഇതിലുള്ളത് കൊണ്ട് അവരത് കൃത്യമായി ചെയ്യാൻ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ശരിയാണ്. അപ്പോൾ ലീഗിന്റെ പുരോഗമന ആശയങ്ങളുമായിട്ട് നിങ്ങൾ ഒത്തുപോവുകയില്ല. അവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് ലീഗിന് പുരോഗമന ആശയങ്ങളോട് യോജിപ്പാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞത്
ഏത് പക്ഷത്തോടൊപ്പമാണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഫസൽ ഗബൂർ പറഞ്ഞത് ഞാൻ പുരോഗമന ആശയങ്ങൾക്കൊപ്പമാണ്, അവിടെ ലീഗിനൊപ്പമാണ് ഞാൻ എന്നാണ്. പക്ഷെ താങ്കളുടെ സമീപനം അങ്ങനെയല്ല. എന്താണ് ഇതൊന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതൊന്ന് പിന്നെ വിശദീകരിക്കണം. ഡോക്ടർ ഫസൽ ഗബൂർ, താങ്കൾ ചോദിച്ചിരുന്നു എന്തിനാണ് സമസ്ത അവിടെ സമരവുമായി പോയത് എന്ന്. എന്താണ് താങ്കൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഫസൽ ഗബൂർ ഡോക്ടറോടാണ് ചോദിച്ചത്. ഡോക്ടർ ഇവിടെ മുസ്തഫ ആ കാര്യം വിശദീകരിക്കുകയുണ്ടായി. അതില് മുസ്തഫ പറഞ്ഞതിനോട്ടെ, എന്നിട്ട് ഇപ്പോഴും MES സമ്മതിക്കുന്നില്ലോ. അതിന് കാര്യം എന്ന് വെച്ചാല്, അതായത് പ്രോസ്പെക്ടസിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മതത്തിന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ SYS കോളേജിൽ മുജാഹിദ് ആശയങ്ങൾ നടപ്പാക്കുന്ന ഒരു അധ്യാപകൻ ജോയിൻ ചെയ്താൽ നിങ്ങൾ അയാൾ അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കോ? ഇല്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവിടെ പ്രിൻസിപ്പൾ ആക്കോ? ഇല്ല. അപ്പൊ അത് നിങ്ങളുടെ ആശയങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ സാമുദായിക സംഘടന തന്നെയാണ്, അല്ലാതെ ഞങ്ങൾ ശ്രീജിത്ത് പണിക്കർക്ക് മെമ്പർഷിപ്പോ മൂപ്പർ പ്രസിഡന്റ് നോക്കൂല. മനസ്സിലായോ? ഞങ്ങൾ മുസ്ലിം സാമുദായിക സംഘടനയാണ്. അപ്പൊ ഞങ്ങളുടെ സംഘടനക്ക് ഏത് രീതി വേണം എന്നുള്ള കോടതി വിധി എന്റെ കയ്യിലുണ്ടെന്ന്, അല്ലാതെ വിദ്യാർത്ഥികൾക്ക് തോന്നിയത് ചെയ്യാനൊന്നുമല്ല. അത് ഏത് സംഘടന, അപ്പൊ SYS ഏത് സ്ഥാപനത്തിലും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവിടെ ഞങ്ങൾ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഇങ്ങോട്ട് ഞങ്ങളുടെ ഒന്ന് തടസ്സപ്പെടുത്തിയാൽ അപ്പൊ നമ്മൾ വിഷയം വിവരം അറിയും. അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലല്ലേ? കാരണം ഒട്ടും മോശക്കാരൊന്നുമല്ല ഞങ്ങൾക്ക്. അപ്പൊ അത് പിന്നെ മുണ്ടുപാറ മാസ്റ്ററോടല്ല ഞാൻ പറയുന്നത്, മാസ്റ്ററിന്റെ സുഹൃത്തിനെ കൊണ്ട്. പക്ഷെ അതായത് നമ്മൾ വിഷയത്തിന് മാറിപ്പോവുകയാണ്. അപ്പൊ വിഷയം വേറെയാണ്. പുരോഗമന ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു എന്താ കാര്യം. സ്ത്രീകൾ സ്റ്റേജിൽ കയറാൻ പാടില്ല, സ്ത്രീകൾ കമ്മിറ്റിയിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാൻ പാടില്ല, സ്ത്രീകളെ ജോലിക്ക് എടുക്കൂല, സ്ത്രീകളെ മറ്റേ സമ്മേളനങ്ങൾക്ക് കൊണ്ടുപോകൂല, സ്ത്രീകളെ സ്റ്റേജിൽ ഇരുത്തൂല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയട്ടെ ഷാക്കിർ, സ്ത്രീകൾ സ്റ്റേജിലിരിക്കുന്നില്ലേ? സ്ത്രീകൾ അവിടെ നിങ്ങളുടെ സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പർമാരും ഇല്ലേ? നിങ്ങളുടെ എത്ര സ്ത്രീകൾ യൂണിവേഴ്സിറ്റി യൂണിയൻ, കഴിഞ്ഞ തവണ നിദാ ഫാത്തിമ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്നില്ലേ? അവർ മറ്റുള്ളവരായിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഓൾറെഡി മക്കൾ എത്ര പേര് ചേർന്നു എന്നുള്ള ഇവിടുന്ന് ആബിദ് ഹുസൈൻ തങ്ങളുടെ മകളടക്കമുള്ളവർ, മകനടക്കമുള്ളവർ ഇവിടെ പഠിച്ചു പാസ്സായതാണ്. അപ്പൊ ആ പുരോഗമന ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏത് സംഘടന വെച്ച് നോക്കിയാലും എന്റെ സംഘടന കാണുന്നത് പുരോഗമന ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം. സി കെ ഷാക്കിർ, അങ്ങനെ വരുമ്പോൾ ആദർശേരിയുടെ നിലപാടിനൊപ്പമാണല്ലോ ലീഗിന് നിൽക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ആദർശേരിക്കെതിരെ നിലപാടെടുത്ത ഈ സമസ്തയുടെ മുഷാവറയ്ക്കൊപ്പം നിൽക്കുവാൻ ലീഗിന് കഴിയില്ലല്ലോ. ആര് പറഞ്ഞേ? അത് പറയേണ്ടത് പിന്നെ നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ വെറുതെ അതിൽ ലീഗിനെ കക്ഷിയാക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്തഫ മാഷ് കൃത്യമായിട്ട് പറഞ്ഞു. ഏറെക്കുറെ പിന്നെ ഫസൽ ഗഫൂർ സാറും കൃത്യമായ വിഷയം അദ്ദേഹത്തിന്റെ നിരീക്ഷണം പറഞ്ഞതിനെ ഞാൻ യോജിക്കുകയാണ്. അതായത് 75%. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CIC ലീഗിന്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു സ്ഥാപനമല്ല. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ CIC മാത്രം പ്രസിഡന്റോ ചെയർമാനോ അല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒന്നാമത്തെ സംഘടന പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജാണ്. ഒരുപാട് പണ്ഡിതന്മാരെ വർഷങ്ങളായി വാർത്തെടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇപ്പൊ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി, നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞല്ലോ, ഒരുപാട് പ്രബോധകരായ പണ്ഡിതന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാന പോസ്റ്റുകളിൽ ഇപ്പോ ഹുദവിമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ നല്ല രീതിയിൽ പിന്നെ മതസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദാർഹുദയുടെ പിന്നെ പ്രസിഡന്റ് പാണക്കാട് പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പരമാധികാരിയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനിയായിട്ടിരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹല്ലുകളിൽ ഖാളിയായി ആളുകൾ തെരഞ്ഞെടുത്ത് പാണക്കാട്ട് പോയി വിവരം പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ മാലിന്യ ഖാളിയാവണമെന്ന് അങ്ങോട്ട് പറയുന്നതും അത് പാണക്കാട് തങ്ങന്മാരെയാണ്. അതേ തങ്ങളെ തന്നെയാണ് സമസ്തയുടെ ഒരു പ്രമുഖ നേതാവെന്നല്ല ഒരു പണ്ഡിതൻ എതിർത്തത്, വിമർശിച്ചത്. അവിടെയാണ് ഇതിലാകെയുള്ള പ്രശ്നം അത്രേ ഉള്ളൂ. മുസ്തഫ മുണ്ടും മാഷോട് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ലീഗ് വിരുദ്ധ പക്ഷെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറയും മുഴുവനാക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഒരു വിഷയത്തിലും എക്സ്ട്രീം നിലപാട് എന്തെങ്കിലും സംസാരം നടത്താത്ത ആളാണ്. എല്ലാവരോടും മിതമായ രീതിയിൽ ഏത് പ്രശ്നം പരിഹരിക്കാനും മിടുക്കനാണ്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ അടുത്ത കാലത്തായി ഒരു വിഷയത്തിൽ മാത്രം കുറച്ച് പദങ്ങൾ വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തീരില്ലല്ലോ, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ആ ഒരു പിന്നെ ഒഴിഞ്ഞു മാറുന്ന ശരിയാ. എന്താ വിഷയം? പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പിന്നെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ ഒരു പരാമർശം ഒരു പണ്ഡിതൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് കുഞ്ഞാലി സാഹിബ് അങ്ങനെ പ്രതികരിച്ചത്. ബാക്കി എല്ലാ സമയത്തും ഇപ്പൊ ജിഫ്രി തങ്ങളാവട്ടെ മറ്റെല്ലാ സമസ്തയുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ മുസ്ലിം ലീഗുമായി കുഴപ്പമില്ല, പാണക്കാട് തങ്ങന്മാരെ കുഴപ്പമില്ല, പാണക്കാട് തങ്ങന്മാർ ഞങ്ങളുടെ നേതാക്കന്മാരാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ തർക്കം കൂടുതലുള്ളത്. നിങ്ങൾ ആ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കുക.
പ്രൊഫൈലിന്റെ പരിശോധന നിങ്ങൾക്ക് മനസ്സിലാവും മിക്കതും ലോക്കഡാണ്. ഞങ്ങൾ ബലമായി സംശയിക്കുന്നു, ചില തെളിവുകളോടാണ് പുറത്തു വിട്ടിട്ടുണ്ട്. AKG സെന്ററിൽ നിന്നാണ് രണ്ട് കൂട്ടർക്കുള്ള അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കുന്ന ചില ആളുകൾക്ക് സാധനങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട ചില ആളുകൾ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പണ്ഡിതർ ഉൾപ്പെടെ ചില ആളുകൾ മാത്രം ഇതിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കും. അത് സമസ്തക്കകത്ത് നേരെ CIC-യുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അത് പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ അവസാനത്തെ ഒടുവിൽ നടന്ന മുഷാവറ പോലും അതിന് പരിഹരിക്കുന്ന രീതിയിലേക്കാണ് ചർച്ച പോയത് എന്നാണ് നമ്മളൊക്കെ ശരി. പക്ഷെ അങ്ങനെ ഒരു പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല ശ്രീ CK ഷാക്കിർ. പിന്നെ ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ കുറെയൊക്കെ ഈ രീതിയിലുള്ള മനഃപൂർവ്വമുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ തടയേണ്ടത് അല്ലെങ്കിൽ അതിലേക്ക് വഴിവെക്കാതിരിക്കേണ്ടത് ഈ സമസ്തയുടെ പണ്ഡിതർ തന്നെയാണ്. പക്ഷെ അവർ അതിന് ശ്രമിക്കുന്നില്ല എന്നത് കൂടിയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ശരി ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്നൊന്നില്ല എന്നൊക്കെ സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. അങ്ങനെ ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്നത് തന്നെ. താങ്കൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. പിന്നെ ഇവിടെ ആരാണ് പുരോഗമനവാദികൾ എന്ന തർക്കവും ശക്തമാണല്ലോ. ഞങ്ങളാണെന്നൊരു വിഭാഗം പറയുന്നു, അത് സമസ്തയിലെ ഒരു പ്രമുഖ വിഭാഗം പറയുന്നു. ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവർ ഇവിടെ ഈ അവരുടെ ആശയങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഞങ്ങൾ ചെറുക്കുമെന്ന് പറയുന്നു. ഞങ്ങൾ പുരോഗമനാശയം കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പാരമ്പര്യവാദികളായിട്ടും അവർ വരികയാണ്. ഇതിൽ ഏത് പക്ഷവും രണ്ട് പക്ഷവും ഒരേ രീതിയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പിളർപ്പിന്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സൂചന ഇപ്പോൾ കിട്ടുന്നില്ലേ? എന്തായാലും നിലവിൽ അങ്ങനെയാണ്. പക്ഷേ ആ രീതിയിലത്തേക്ക് അത് പോകുമോ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരുപക്ഷെ അത് മറ്റുള്ള പല കാര്യങ്ങളെ കൂടി സമസ്ത പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം മതവിഭാഗത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്നു എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു പിളർപ്പ് ഒരുപക്ഷെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ആത്മീയ നേതൃത്വം എന്ന രീതിയിൽ ഈ സംഘടനകളെയോ വ്യക്തികളെയോ കാണുന്ന ആൾക്കാർക്കോ ഹിതകരമാവില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഒരുപക്ഷെ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാം. അങ്ങനെ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നടക്കുന്ന ചർച്ചകളിൽ അനാവശ്യമായ രീതിയിലത്തേക്കുള്ള ഹാർഷായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന രീതിയിലത്തേക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷേ എനിക്ക് ഈ ചർച്ചയിൽ തന്നെ കൗതുകകരമായിട്ട് തോന്നിയത്, അത് പറയാതിരിക്കാൻ കഴിയില്ല, സ്ത്രീകളെ പരസ്യവേദികളിൽ ഇരുത്തി കണ്ടിട്ടില്ലാത്ത സമസ്തയുടെ ശ്രീ മുസ്തഫ മുണ്ടുപാറ തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിഖാബ് വേണ്ട എന്ന തീരുമാനമെടുത്തിരുന്ന ശ്രീ ഫസൽ ഗഫൂറിനോട് എന്താണ് പുരോഗമനം എന്ന് ചോദിച്ചത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തമാശയാണ് തോന്നിയത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് CIC എന്ന് പറയുന്ന ഒരു കാര്യവുമായി മാത്രം ബന്ധപ്പെട്ട് ശ്രീ മുസ്തഫ, സെനറ്റിലും സിൻഡിക്കേറ്റിലും വനിതകൾക്ക് പ്രാതിനിധ്യമാകാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാദമുണ്ട്. ആ വാദത്തിനെ സമസ്ത അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് പുരോഗമനമല്ല എന്നും, അംഗീകരിക്കുന്നുണ്ട് എങ്കിലും അത് നടപ്പാക്കാനായിട്ട് സമസ്ത തീരുമാനിക്കുന്നു എന്നുമാണ് പറയുന്നത് എങ്കിൽ അത് പുരോഗമനമാണ്. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ വളരെ പാരമ്പര്യവാദത്തിലേക്ക് പോകേണ്ടതുണ്ടോ, അതോ ആധുനിക കാര്യത്തിനനുസരിച്ച് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറേണ്ടതുണ്ടോ? അതൊരിക്കലും ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ പ്രോഗ്രസീവായിട്ട് നമ്മൾ എങ്ങനെ കാലോചിതമായി സ്വയം പരിഷ്കരിക്കാമെന്നുള്ള ഒരു ചിന്ത അത് ആഭ്യന്തരമായി തന്നെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഫസൽ ഗഫൂർ എന്ന് പറയുന്നത് ഈ പാർട്ടി ഈ മതവിഭാഗത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളല്ലേ. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയുണ്ട് എങ്കിൽ സമാനമായ രീതിയിലത്തേക്കുള്ള ചിന്തയാണ് പുരോഗമന ചിന്ത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലത്തേക്ക് സ്വയം പരിഷ്കരിക്കുന്നതിന് മറ്റുള്ള സംഘടനകൾക്കും സാധിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സമസ്ത ഏറെക്കാലം അങ്ങനെ കൊണ്ടുപോവുകയും വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്തകൾ പിന്തുടരുകയും ചെയ്താൽ ഒരുപക്ഷെ ഇനി വരുന്ന കാലത്ത് കുറേയധികം ആൾക്കാർ സമസ്തയിൽ നിന്ന് മാറിപ്പോകാനുള്ള ശരി, അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ കാരണം. ഈ ആശയപരമായ സംഘർഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സമസ്ത ലീഗ് വിരുദ്ധരുടെ കയ്യിലോ? അതേ എന്ന് 72% പ്രേക്ഷകർ, അല്ല എന്ന് 21%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.